പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാഴ്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെ പ്രത്യേകം ഓർക്കുകയാണ്. അഭിഷേകാന്തി കുടുംബം എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചെറിയ പ്രചോദനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആ പ്രചോദനം ദൈവാത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കുന്നതാണ്. അത് നമ്മൾ ചെയ്താൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ശരിക്കും ഈ ഒരുപാട് വർഷം ബഹുമാനപ്പെട്ട സേവക മട്ടാരച്ചനെ ഒരുമിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് ചെറിയ പ്രേരണകൾ ദൈവാത്മാവ് കൊടുക്കും. അച്ഛനത് വളരെ താല്പര്യപൂർവ്വം എടുത്തപ്പോൾ ഇതുമാത്രം കാര്യങ്ങളാണ് നടന്നത്. അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് ഒരു ദിവസം കർത്താവിൻ്റെ അനുമതി ചെറിയ പ്രേരണ തന്നതാണ് ഈ ചെറിയ വാട്സപ്പ് ടോക്കില്ല. വൈകുന്നേരം 5 മണിക്ക് കിട്ടുന്ന പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ വരുന്നപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കിട്ടുന്ന ചെറിയ ടോക്ക്, അതിങ്ങനെ എടുത്തിട്ട് ഒരു പ്രചോദനം തന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് സെഹിയോനിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഇത് ഭാവിയിൽ ഒരു ചെറിയ അഭിഷേകാഗ്നിയായി വളരും. ഇതിനകത്ത് ഒരുപാട് സാക്ഷ്യങ്ങൾ വരും, ഒരുപാട് പേര് ഈശോയിലേക്ക് തിരിച്ചു വരും, വല്ല അറിയിപ്പ് കൊടുക്കില്ല. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വരും. ഞാൻ ഓർക്കാണ് അന്നതൊന്നുമല്ല, പക്ഷേ കാലാന്തരത്തിൽ ആ അച്ഛൻ പറഞ്ഞത് ഒരു പ്രവചനമായിരുന്നു മനസ്സിലായി. അങ്ങനെ തന്നെ ദൈവം ഇടപെട്ട്. അപ്പം കർത്താവ് തന്ന അത് കർത്താവിൻ്റെ ആത്മാവാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തേജനം തരുന്നത്. ഹല്ലേലൂയ. ഞാനൊക്കെ കഴിഞ്ഞ ദിവസം കുറവലങ്ങാട് പിന്നെ ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞ് ഓർക്കാണ്. ആ ചേച്ചിയുടെ കുട്ടീനെ ഇനി എന്ത് ചികിത്സ കൊടുക്കും അതുപോലെ അവരൊരു സങ്കടത്തിലാകപ്പെട്ടു. അപ്പോൾ ചേച്ചിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഉത്തേജനം കൊടുത്തു. എന്താണെന്നറിയാവോ? ഈ ചെറിയ 5 മിനിറ്റിൻ്റെ വാട്സപ്പ് ടോക്ക് കേൾക്കുക. ചേച്ചി അത് അനുസരിച്ചു. അപ്പോൾ തന്നെ ദൈവമായിട്ട് പോട്ടെ. നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ഹണി. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മോളുടെ പേര് ഹന്ന. ഞങ്ങൾ കുവൈറ്റിലാണ്. ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ മോൾക്കിപ്പോൾ 10 വയസ്സായി. ഇവൾക്ക് 3 വയസ്സായപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് റൈറ്റ് ലെഗിൽ സ്വെല്ലിങ്ങും നീരും വേദനയും പെട്ടെന്ന് കണ്ടു. ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തിരിച്ചു വന്നു. പല ഹോസ്പിറ്റലുകളിൽ പല ദിവസങ്ങളിലായിട്ട് കാണിച്ചു, പ്ലാസ്റ്റർ ഇട്ടു, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പല ടെസ്റ്റുകൾ നടത്തി. ഇടയ്ക്ക് വന്നും പോയി ഇതിരുന്നു. സ്വെല്ലിംഗ് ആയിട്ട് വന്നിട്ട് നടക്കാൻ പാടില്ല. നടക്കുമ്പം ബുദ്ധിമുട്ട്, ചട്ട് പോലെയാ. പിന്നെ അപ്പം ഹോസ്പിറ്റലൊക്കെ നടത്തി കണ്ടു, കാണിച്ചു. പിന്നെ കുറേ നേരം നടന്നു കഴിഞ്ഞാൽ പതിയെ നൂർന്ന് വരും. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. ആ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ വന്നായിരുന്നു. അപ്പം ഇവിടെ ഓർത്തോപെഡിക് ഡോക്ടറിനെ കാണിച്ചു. അവിടെ ആർത്രോസ്കോപ്പി, ബയോപ്സി എല്ലാം ചെയ്തു. ഓൾമോസ്റ്റ് ഓൾ ടെസ്റ്റുകൾ ഞങ്ങൾ ചെയ്തു. ബ്ലഡ്, MRI സ്കാന്, ബയോപ്സി എല്ലാം ചെയ്തു. എല്ലാ ടെസ്റ്റിലും നോർമലാണ്. പല ടെസ്റ്റുകൾ നടത്തി, പല ഹോസ്പിറ്റലിൽ കാണിച്ച് എല്ലാ ടെസ്റ്റും നോർമൽ. പക്ഷെ കുട്ടിക്ക് കാലിന് സ്വെല്ലിങ്, നടക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്ററായിട്ട് പല കാര്യങ്ങളും ചെയ്തു. ആകെ ഒരു ബുദ്ധിമുട്ടിലായി. ഒരു 5-6 മാസം എടുത്തത്. 5-6 മാസം അല്ല ഈ അത് വരും പോകും. ഓക്കെ അങ്ങനെ ഒരാഴ്ച ഇല്ലെങ്കിൽ അടുത്ത 2 ആഴ്ച കാണും. അങ്ങനെ അപ്പം പിന്നെ ഇവിടെ എല്ലാ ടെസ്റ്റും നോർമൽ. ഡോക്ടേഴ്സിന് എന്താണെന്ന് അറിയത്തില്ല, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് കുവൈറ്റിന് പോയി. ഈ കൊച്ചിന്
മാസത്തിൽ ചിലപ്പം കുറച്ച് ദിവസം ഇങ്ങനെ വരും, പിന്നെ ഓക്കെ ആകും. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അന്നൊക്കെ ഞങ്ങൾ അഭിഷേകാന്നി കാണുന്നുണ്ട്, 8:30 സൺഡേയിലുള്ള അഭിഷേകാന്നി കൂടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ 5 മിനിറ്റ്സ് ടോക്ക് എൻ്റെ ഒരു ആൻറ്റി അയച്ചു തന്ന. അങ്ങനെ ഞാൻ വൈകുന്നേരത്തെ ഫേസ്ബുക്കിലുള്ള ചെറിയ ടോക്ക്, 5 മിനിറ്റ് ടോക്ക്, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുവൈറ്റിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ് വെക്കേഷൻ ടൈംസ് പിള്ളേർക്ക്. അപ്പം കഴിഞ്ഞ 2022 സ്കൂള് തുറക്കാറായപ്പോൾ മോക്ക് ഇതുപോലെ ഭയങ്കര വേദനയും നടക്കാൻ വയ്യാണ്ടായി. 2 ആഴ്ച ഏകദേശം നീണ്ടു നിന്നു, ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം, എങ്ങനെ സ്കൂളിൽ വിടും. അപ്പം ഞാൻ ഓർത്ത് അച്ഛൻ്റെ ഈ ടോക്ക് ഞാൻ ഈശോയ്ക്ക് ഇങ്ങനെ നേർന്നു, ഞാൻ ഈ ടോക്ക് ഡെയിലി കൂടിക്കോളാം. പിള്ളേരും ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്, ഡെയിലി ഞാൻ കൂടാം. ഈ 2022 ഡിസംബർ 31 മുന്നിൽ ഞാൻ ഏത് വിധേനയിലും ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് നേർന്നു. അന്ന് ഞാൻ നേർന്നതിൻ്റെ അന്ന് മുതൽ കൊച്ചിൻ്റെ കാലുവേദനയും സ്വെല്ലിങ്ങും കുറഞ്ഞു തുടങ്ങി. വിതിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ മോളുടെ കംപ്ലീറ്റ് ആയിട്ട് വേദനയും നീരും മാറി. അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിന് കാലുവേദന വന്നിട്ടേ ഇല്ല. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, നേർന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒരു 9 വെള്ളിയാഴ്ച കൂടുക, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചു. അതിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു കൃപയുണ്ട്. കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ഒരാത്മാവിനെ, ഒരു വ്യക്തിയെ തൊടാനും സുഖപ്പെടുത്താനും ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്താൻ ദൈവം ചില പ്രചോദനങ്ങൾ അങ്ങനെ തന്നുകൊണ്ടിരിക്കും. ആ ചേച്ചി ആ പ്രചോദനത്തെ സ്വീകരിച്ചു, ഒരു നേരാൻ തോന്നി, ടോക്ക് കേൾക്കാൻ തോന്നി, അന്ന് മുതൽ ദൈവം ഇടപെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഈ അഭിഷേക ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഓരോ നിയമങ്ങൾ വെക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അറിയാം. നമ്മൾ ചില കാര്യങ്ങൾ നേർന്നോ 9 ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ചെയ്യുന്നതിന് കാര്യമുണ്ട്. ദൈവം പല രീതിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള വഴികളിൽ ദൈവം ഇടപെടും. നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് നൽകുന്ന പ്രചോദനങ്ങളെ തള്ളിക്കളയാതെ വിശ്വസ്തയോടെ താല്പര്യപൂർവ്വം അത് ശ്രവിച്ച് അത് പൂർത്തിയാക്കി അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരണമേ. ആത്മീയ പ്രചോദനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വിശ്വസ്തത നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടുന്ന് പറഞ്ഞു തരണമേ, പ്രചോദിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ. ഓ ദൈവമേ, സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവമേ, എല്ലാ തരത്തിലും അന്ധകാര പീഡകൾ വിട്ടൊഴിയട്ടെ. കർത്താവ് ഉന്നതകരമായ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. സന്തോഷത്തോടെ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഉയർത്തി അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നന്നായി കരങ്ങൾ അടിച്ച് അതിനും കൊണ്ട് ഹൃദയം കൊണ്ട് എല്ലാം പ്രാർത്ഥിക്കുകയാണ്. ആരാണോ വിശ്വസ്തതാപൂർവ്വം പരിശുദ്ധാത്മ നൽകുന്ന പ്രചോദനങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തികളെല്ലാം കർത്താവ് തൊടും. വലിയ കൃപകൾ കർത്താവ് തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെടുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടൊഴിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളം, രോഗശാന്തികൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ,
ബന്ധുക്കൾക്ക് മോചനം കൊടുക്കാൻ, അടിഞ്ഞവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. അതേ അഭിഷേകം അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നിറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ഇന്ന് ഇവിടെ ഇപ്പോൾ സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ദുഃഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ദുഃഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടും. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയത്ത് ആരൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോട് ചേർന്നപ്പോൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ എല്ലാം അപ്പസ്തോലപ്പെടുന്ന 4:30 അവിടുത്തെ പരിശുദ്ധദാസന്റെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല 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 ഹല. ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആരാധന ആരാധന ആരാധന. ഹല 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 ആരാധന ആരാധന. വചനം പ്രവേശിക്കുന്ന തക്കവിധ ഹൃദയങ്ങൾ ഈശോയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആരാധന ആരാധന ആരാധന. യേശു ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുറച്ച് ഭയവും വിറയലും ആവശ്യമാണ്. ഹല്ലേലൂയ. Hallelujah. ഭയം പാടില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതേ വചനം തന്നെ ചില കാര്യങ്ങളിൽ ഒരിത്തിരി ഭയവും ഒരിത്തിരി വിറയിലുമൊക്കെ നല്ലതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 66-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ സംബന്ധിക്കുമ്പോൾ ദൈവഭയം, ഒരു ആ ഭയത്തിൽ നിന്നുള്ള ഒരു ആദരവ്, അങ്ങനെയൊക്കെയുള്ള ആത്മാക്കളെ വചനം കേൾക്കുമ്പോൾ അനുദപിക്കുന്നവനെ ദൈവം പ്രത്യേകം കടാക്ഷിക്കുമെന്ന് വചനത്തിൽ ഉറപ്പ് തരികയാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളോട് നമ്മൾ അടുക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ പരികർമ്മം ചെയ്യുമ്പോൾ, ആത്മീയ കാര്യങ്ങളിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് പേടിയല്ല, ഒരു റെഫറൻഷ്യൽ ഫിയർ, ഒരു ദൈവഭയം, ബഹുമാനത്തിൽ നിന്ന് വരുന്ന ഒരു ആദരവ്, അല്ലാതെ ഏതെങ്കിലും ശിക്ഷ കിട്ടുമെന്നുള്ള പേടിയല്ല. ഇങ്ങനെയുള്ള ഒരു ആദരവ്, ബഹുമാനം, ദൈവഭയം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാമത്തെ സങ്കീർത്തനത്തിൽ 11-12 തിരുവചനങ്ങൾ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. Hallelujah. അപ്പം ആത്മീയ കാര്യങ്ങളെ നമ്മൾ നിസ്സാരമാക്കി കളയരുത്. ഞാൻ ഓർക്കാണ്, പണ്ട് ദേവാലയത്തിൻ്റെ പരിസരത്ത് ഒക്കെ പ്രവേശിക്കുമ്പോൾ തന്നെ മൗനം, ആ ഒരു ബഹുമാനം,
പള്ളിയുടെ പരിസരത്ത് വെച്ച് അങ്ങനെ വലിയ കൂക്കുവിളികളോ അല്ലെങ്കിൽ തമാശ കളികളോ അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ ആലയം അങ്ങനത്തെക്കുള്ള ചില നല്ല പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ നമ്മൾ തിരികെ കൊണ്ടുവരുവാൻ ബോധപൂർവം നമ്മളൊരു പരിശ്രമം നടത്തുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു രംഗം നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ വാഗ്ദാന പേടകം ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ സാവൂളിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഇച്ചിരി വീഴ്ചകളൊക്കെ ഉണ്ടായി. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വാഗ്ദാന പേടകം അതായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ജെറുസലേം ദാവീദുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമം ദാവീദ് നടത്തുകയാണ്. അതിനെക്കുറിച്ചുള്ള ഭാഗം ദിനവൃത്താന്തത്തിന് 1-ാമത്തെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങളിലുണ്ട്. ദാവീദ് ജനങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആഘോഷമായി വാഗ്ദാന പേടകം അവർ തിരിച്ചു കൊണ്ടുവരികയാണ്. ഒരു പെരുന്നാളിന് എന്നതുപോലെ, ഒരു പെരുന്നാളിന് നമ്മൾ രൂപങ്ങൾ വഹിക്കുന്നത് പോലെ വാഗ്ദാന പേടകം വലിയ ആഘോഷത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരികയാണ്. വീണ്ടും നമുക്കത് വായിക്കുന്നത് 1 ദിനവൃത്താന്തം 13-7 മുതൽ 10 വരെ തിരുവചനങ്ങളിലാണ്. അവർ ദൈവത്തിൻ്റെ പേടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തു പാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി. പേടകം താങ്ങാൻ ഉസ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വചനം കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ആകെ ഒരു ടെൻഷൻ വരും, അല്ലേ? ആ വാഗ്ദാന പേടകം കാളവണ്ടിയിൽ കയറ്റി അത് ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന സമയത്ത്, വലിയ ആഹ്ലാദ ആരവങ്ങളോടെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് കാള ഇടറി, കാളയുടെ കാലിററി. അപ്പോൾ ഈ വാഗ്ദാന പേടകം താഴെ പോകാതിരിക്കാൻ വേണ്ടി ഉസ വേഗം കയറി പിടിച്ചതാണ്. അപ്പോൾ അവൻ ഇതാ മരിച്ചു വീണു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിൽ ചോദ്യം വരാം, ദൈവം എന്താ അങ്ങനെ ചെയ്തേ? അങ്ങനെ ഒരു ചോദ്യം വരാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ കാര്യങ്ങളെ ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ പരികർമ്മം ചെയ്യണം. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ, പുതിയ നിയമത്തിൽ തന്നെ, ഇത് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നുണ പറഞ്ഞപ്പോൾ അനനിയായും സഫീറയും ഇതുപോലെ പത്രോസിന്റെ കാൽച്ചുവട്ടിൽ മരിച്ചു വീണ രംഗം പുതിയ നിയമത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങളോടുള്ള ഒരു ബഹുമാനവും ആദരവും ആവശ്യമാണ്. ഒരു പക്ഷേ എന്നാൽ ഇതെങ്ങനെ അത് നമുക്കൊണ്ട് ഒരു ലോജിക്കൽ അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം. എൻ്റെ സഹോദരങ്ങളെ, ഈ വാഗ്ദാന പേടകം രണ്ടാമത് കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം സംഭവിച്ച കുറവുകളെ പരിഹരിച്ച് ദാവീദ് ഇത് കൊണ്ടുവരുന്ന രംഗം വായിച്ചാൽ നമുക്കതിൻ്റെ കാരണങ്ങൾ കുറച്ചുകൂടെ ബോധ്യമാവും. ഞാൻ പലപ്പോഴും ചിന്തിച്ചത് എന്തൊരു ആദ്യം പണ്ട് ചെറുപ്പത്തിലൊക്കെ വായിച്ചപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദിനവൃത്താന്തത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങൾ. വീണ്ടും രണ്ടാമത് വാഗ്ദാന പേടകം കൊണ്ടുവരുന്ന തയ്യാറെടുപ്പ് നടത്തുകയാണ്. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടുത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. ആദ്യം എങ്ങനെയാണ് കൊണ്ടുവന്നത്? കാളവണ്ടിയിൽ സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലരെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ മോശ വഴി ദൈവമായ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വാഗ്ദാന പേടകം പുരോഹിതരല്ലാതെ, ലേവ്യരല്ലാതെ, തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലാതെ മറ്റാരും അത് വഹിക്കരുത്. പഴയ നിയമത്തിൽ
ജോർദാൻ നദിയൊക്കെ ക്രോസ് ചെയ്യുന്ന കടക്കുന്ന സമയത്ത് അല്ലേ, പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചതിന് ശേഷം ഈ വാഗ്ദാന പേടകം എടുക്കുന്ന എത്രയോ മനോഹരമായ രംഗമാണ് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ ഓരോ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇതൊന്നും കാര്യമില്ല, ഇയൊക്കെ ഒരു കോമൺ പരിപാടി പോലെ എന്നിട്ട് കൊണ്ടുവന്നിട്ട് കാളവണ്ടിയിൽ അത് കയറ്റി കൊണ്ടുപോവുക. Praise the Lord. Praise the Lord. അപ്പൊ ദാവീദിന് മനസ്സിലായി എന്താണ് കാര്യം എന്ന് മനസ്സിലായി. ദാവീദിന് ജ്ഞാനമുണ്ട്. ദാവീദ് മോശ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. അത് കാളവണ്ടി കയറ്റരുത്, അത് പുരോഹിതരെ വഹിക്കാവുള്ളൂ. അത് മാത്രമല്ല, പുരോഹിതര് അത് നന്നായിട്ട് വിശുദ്ധീകരിച്ചിട്ട് അത് അതിന്റെ ചിട്ടയും ക്രമവും അനുസരിച്ച് ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1:15 അവൻ പറഞ്ഞു, നിങ്ങൾ ലേവ്യ ഗോത്രത്തിലെ കുടുംബ തലവന്മാരാണല്ലോ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നല്ല വിശുദ്ധീകരണം നടത്തണം. നല്ല ശുദ്ധീകരിച്ചിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ നന്നായിട്ട് വിശുദ്ധീകരിച്ചിട്ട് ചെയ്യാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോലെ സംഭവിക്കരുത്. 1:15 ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്, വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ അനാദരവോട് കൂടി ചെയ്യരുത്, വിധിപ്രകാരം അല്ലാതെ ചെയ്യരുത്, വിശുദ്ധീകരിക്കപ്പെടാതെ ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിയോഗിക്കപ്പെട്ടവരല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ കരുത് ചെയ്യരുത്. 1:15 അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് കാളവണ്ടിയിലല്ല, ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകളിൽ തോളിൽ വെച്ച് വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, എന്താണ് ആ വലിയ തകർച്ചയ്ക്കുണ്ടായ കാരണം? ആ തകർച്ചയ്ക്കുണ്ടായ കാരണത്തിൽ ഒന്നാമത്തേത് അനാദരവാണ്. അനാദരവ്. Praise the Lord. Praise the Lord. ഈ അനാദരവുകൾ നല്ലതാണെന്ന് വിചാരിക്കരുത്. 2 മക്കബായർ 4:17 ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്ന നിസാരമല്ല, ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. മക്കബായരുടെ പുസ്തകത്തിൽ ദൈവവിചാരം ഉള്ളവർ പറയുന്നതാണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് വെച്ചിട്ട് വെറുതെ ഓരോ കോപ്രായത്തുള്ള ഡാൻസുകളും പരിപാടികളൊക്കെ നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇത് ഭാവി സംഭവങ്ങൾ പലതും തെളിയിക്കാനിരിക്കുന്ന സൂചനകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനാദരവ് നല്ലതല്ല. ദേവാലയത്തിന് ചേർന്നൊരു പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേരരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സംഭവത്തും നടക്കുന്ന കാണുമ്പോൾ തലമൂത്ത കാരണവന്മാർ പറഞ്ഞു കൊടുക്കണം. മലാക്കി പ്രവചനത്തിൽ 1:6 പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെ ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെയാണ്? അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ നിസാരമായി കണക്കാക്കുന്ന പുരോഹിതനാണെങ്കിലും സിസ്റ്ററാണെങ്കിലും ആത്മാരാണെങ്കിലും ദേവാലയ ശുശ്രൂഷയാണെങ്കിലും ദേവാലയത്തിൽ വരുന്നവരാണെങ്കിലും അതിനകത്തൊരു വ്യത്യാസമില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയാൽ അതിന്റെ പ്രത്യാഘാതവും കൂടെ അനുഭവിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തെ സംഗതി എന്താ? വിശുദ്ധീകരിച്ചില്ല. കൊരിന്ത്യർ 1 ലേഖനത്തിൽ 11 27-30 വാക്യങ്ങൾ, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും.
നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കും മുൻപ് നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധീകരിക്കണം. ഇന്നെല്ലാം ഒരു ചടങ്ങ് പോലെ. ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങളെ കുമ്പസാരിച്ചിട്ട് 1 വർഷമായി, എന്നാലും കുർബാനയുടെ ഇടയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യരുത്. അതേപോലെ അത്രയും വിശുദ്ധിയിലാണ് ജീവിക്കുന്നത് ചെയ്തു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ നല്ല ശ്രദ്ധ വരുത്തണം എല്ലാ കാര്യങ്ങളിലും. നമ്മുടെ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അതൊരു ദൈവത്തോട് സംസാരിക്കുന്ന ദൈവിക ശുശ്രൂഷയാണത്. അതിനൊരു ബഹുമാനവും ആദരവും വേണം. വിശുദ്ധീകരിക്കണം. വിധിപ്രകാരമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ലൂക്കായുടെ ശേഷം 1-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനം. പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായിക്ക് കുറി വീണു എന്ന് പറഞ്ഞാൽ, ഓരോ കാര്യം ചെയ്യാൻ ഒരു വിധി, ഒരു ക്രമം, ഒരു രീതി അത് പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തെ സഭ അത് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വസിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഓരോരുത്തരും അവനവൻ്റെ ജീവിതാവസ്ഥയ്ക്ക് ചേരുന്ന വിധത്തിൽ ആത്മശോധന നമ്മൾ നടത്തണം. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത പ്രവൃത്തികൾ അനുവദിക്കരുത്. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളുമായി അങ്ങോട്ട് ചെല്ലരുത്. നന്നായിട്ട് അനുദപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു മേഖലകളിലൂടെ തന്നെ ശുശ്രൂഷകളെ ചെയ്യണം. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ മറ്റുള്ളവർ വിധിക്കാൻ നിന്നിട്ട് കാര്യമില്ല, പലരും ചെയ്യുന്ന കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അവനവൻ ആത്മശോധന ചെയ്യണം. നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മീയ കാര്യങ്ങൾ നിസാരമാക്കി കണക്കാക്കുന്ന സംഗതികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അനുദപിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഏസാവ് കടിഞ്ഞുള്ള അവകാശം നിസാരമായി കണക്കാക്കി അതിനെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്നു. ഉസിയ എന്ന് പറഞ്ഞ ബൈബിളില് ദിനവൃത്താന്ത പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഉസിയ എന്ന് പറഞ്ഞ രാജാവുണ്ട്. പുരോഹിതൻ അർപ്പിക്കേണ്ട ധൂപം അവൻ തന്നെ കയറി അർപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ചെയ്യരുത്. അതുകൊണ്ട് ആത്മീയ കാര്യം നിസ്സാരമായി കണക്കാക്കരുത്. ഭയഭക്തി ബഹുമാന ആദരവുകളോട് വേണം ചെയ്യണം. വിധിപ്രകാരം ചെയ്യണം. നന്നായിട്ട് വിശുദ്ധീകരിക്കണം. അടുക്കളൊക്കെ കുമ്പസാരിച്ച് ഒരുങ്ങി ആത്മീയ ശുശ്രൂഷകളെ സംബന്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കാം. വീഴ്ചകളെ ഓർത്ത് അനുദപിക്കാം. അതേപോലെ തന്നെ അങ്ങനത്തെ വീഴ്ചകളെ കാണുമ്പോൾ അതുപോലെ പരിഹാരമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങണം. ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അനേകം വിശുദ്ധാത്മാക്കൾക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമുണ്ട്. എൻ്റെ സന്നിധിയിൽ എൻ്റെ മുന്നിൽ തലകുനിക്കുകയോ എന്നെ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാതെ കടന്നു പോകുന്നവർക്ക് പകരമായി നീ എന്നെ ബഹുമാനിക്കുക, നീ എന്നെ ആരാധിക്കുക. എൻ്റെ സന്നിധിയിൽ ആരാധിക്കാനായി ഇരിക്കാതെ പോകുന്നവർക്ക് പരിഹാരമായി, പകരക്കാരനായി നീ എൻ്റെ മുമ്പിൽ ഇരിക്കുക, നീ എന്നെ സ്നേഹിക്കുക. സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അനേക സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അനേക വിശുദ്ധാത്മാക്കൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്കെതിരെ, ദൈവാരാധനയ്ക്കെതിരെ ചെയ്തു കൂട്ടുന്ന അവഹേളനത്തിന് പരിഹാരം അനുഷ്ഠിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും ഇപ്പോൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കും. ദൈവമേ, ഈ അവഹേളനങ്ങൾക്കെല്ലാം പരിഹാരമായി ഞാൻ അങ്ങേ ആരാധിക്കും. ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുകയാണ്. കർത്താവ്, ഞാൻ അങ്ങനെ ഒരുക്കമാണ്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനേതാ, അടിയനേതാ നാഥ, അടിയനേതാ നാഥ, അടിയനേതാ നാഥ, അടിയനേതാ.
വിശ്വാസ ആശീർവാദം നൽകപ്പെടുമ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് കർത്താവിന് ഉച്ചത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയെ ബഹുമാനിക്കാൻ, അങ്ങയെ ആദരിക്കാൻ കർത്താവേ കൃപ ചൊരിയണം. ആരാധന, ആരാധന, യേശുവേ ആരാധന.